ഇന്ന് ഞങ്ങളുടെ ഒരു ശബരിമല യാത്രയുടെ വീഡിയോ ആണ്. തുടക്കം തന്നെ ഓച്ചറയിൽ പോയി മാലയൊക്കെ ഇട്ടു, തേങ്ങയൊക്കെ ഉടച്ചു ഗണപതിക്ക്. എന്നിട്ട് ഏട്ടന് കുഞ്ഞു മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞങ്ങളുടെ മോളുടെ കന്നിമല ആയതുകൊണ്ട് തന്നെ സ്വാമി കഞ്ഞി കൊടുത്തു. അത് ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ തന്നെയാണ് കൊടുത്തത്, ആൽത്തറ കൃഷ്ണൻ്റെ അടുത്ത്. രാവിലെ 5 മണിക്ക് തന്നെ പോയി അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കഞ്ഞിയൊക്കെ ശരിയായി ഗണപതിക്ക് വെച്ചു. ഒരു വെച്ചൂർ പശു ഉണ്ടായിരുന്നു, അതിനും കൊടുത്തു. അങ്ങനെ പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കഞ്ഞി കുടിക്കാനായിട്ട്. ഭയങ്കര സന്തോഷം. ഇത് ശക്തിപ്പറമ്പ് അമ്മയാണ്, അവിടെയും വന്ന് തേങ്ങയൊക്കെ ഉടച്ചു. പിന്നെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കെട്ടുമുറുക്കിയത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ, അച്ഛൻ അമ്മ അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ എനിക്ക് എൻ്റെ മോളെ വീട്ടിൽ നിന്ന് തന്നെ വിടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കുഞ്ഞ ചേച്ചി അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ എൻ്റെ മോള് വീട്ടിൽ നിന്ന് ശരണം വിളിച്ച് ഭഗവാനെ വിളിച്ചിട്ട് അങ്ങനെ ഇറങ്ങാൻ അപ്പാപ്പനും അമ്മാമ്മ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ കെട്ടൊക്കെ മുറുക്കി. ഭയങ്കര മോളും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങളുടെ അടുത്തുള്ള ശക്തിപ്പറമ്പ് അമ്പലത്തിൽ തിരുമേനിയായിരുന്നു വന്നേ കെട്ടുമുറുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരുമേനിയെ കൊണ്ട് കെട്ടൊക്കെ മുറുക്കി ദക്ഷിണയൊക്കെ കൊടുത്തു. അങ്ങനെ കെട്ട് തലയിലോട്ട് വെച്ചിട്ട് ഇരുമുടി കെട്ടുമായിട്ട് ഭഗവാന്റെ അടുത്തോട്ട് പോകാനായിട്ട് രണ്ടുപേരും പുറപ്പെട്ടു. അങ്ങനെ പമ്പയിൽ എത്തി. ആദ്യമേ നിലയ്ക്കലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. നിലയ്ക്കൽ നിന്ന് പിന്നെ പമ്പയിലോട്ട് പോയി അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പം ഈ മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള നടതുറപ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഈ കാണുന്ന തിരക്ക് കണ്ടോ, അത്രയും തിരക്കുള്ള സമയമായിരുന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ആ ഗണപതി അമ്പലത്തിൽ നിന്നുള്ള ആ പാട്ടും ഒക്കെ ഒരു പ്രത്യേക സന്തോഷം തരുന്നൊരു അനുഭൂതിയാണ്. ഇത്രയും തിരക്കുണ്ട്, ഇത്രയും കണ്ടോ എന്ത് തിരക്കാണെന്നറിയോ അവിടെ. നല്ല തിരക്കിനിടയ്ക്ക് ഞങ്ങളവിടെ മൂലയ്ക്ക് കുഞ്ഞിനെ കൂടെ സേഫാക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട്, ഇതാന്ന് നോക്കുന്നു. എന്നിട്ട് ആ പമ്പ ഗണപതിയുടെ അടുത്തോട്ട് പോവുക. അവിടെ വന്ന് തേങ്ങയൊക്കെ ഉടച്ചു. പമ്പ വരെ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ഞാൻ അവിടെ നിന്നു. ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വനിതാ സെല്ലിൻ്റെ ഒരു വെയിറ്റിംഗ് റൂമുണ്ട്. അപ്പോൾ ലേഡീസിനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പം ഏട്ടനും കുഞ്ഞും കൂടെ മല കയറാൻ പോയപ്പോഴത്തേക്കും ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അവരിവിടെ ഇങ്ങനെ കാത്തിരിക്കുക. അവിടെ ഇരിക്കുമ്പം കാണുന്ന വിഷ്വൽസാണ് ഞാൻ കാണിച്ചത്. പിന്നെ ശരംകുത്തി മലയിൽ വന്ന് ശരമൊക്കെ കുത്തി മലയൊക്കെ കയറി. അവർ ശരണമൊക്കെ വിളിച്ച് മലയൊക്കെ കയറി. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അങ്ങനെ മലയൊക്കെ 18 പടി കയറി തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു പമ്പയിലോട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പമ്പയിലോട്ട് വന്നപ്പോഴത്തേക്കും അവരും തിരിച്ചു വന്നു. അവർ അരവണയൊക്കെ വാങ്ങി തിരിച്ചു വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഞാൻ പമ്പയിലെത്തിയപ്പോഴത്തേക്കുമാണ് ഈ മണ്ഡപമൊക്കെ കാണുന്നത്. അവിടെ ഓരോരോ തിരുമേനികളുടെയൊക്കെ മണ്ഡപം ഒരുക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ വന്ന് കെട്ടൊക്കെ മുറുക്കിയിട്ട് പോവാം. നല്ല തിരക്കുണ്ടായിരുന്നു. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.